കർണാടകയിലെ ഹാസൻ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ഹൊയ്സാല ടെമ്പിളിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ ട്രാവൽ സ്റ്റോറി. ദുൽബി മീഡിയയുടെ പുതിയൊരു ട്രാവൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ യാത്ര ബംഗളൂരിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ബംഗളൂരു നഗരത്തിൽ നിന്ന് ഏകദേശം 210 കിലോമീറ്ററാണ് ഹൊയ്സാല ടെമ്പിളിലേക്കുള്ള ദൂരം. സൂപ്പർ റോഡാണ്. ഒരു 120, 140 ക്രൂയിസ് ചെയ്ത് നമുക്കൊരു 4.5 മണിക്കൂർ കൊണ്ട് ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റും. ഈ ലേക്കിൻ്റെ അടുത്താണ് ഹൊയ്സാല ടെമ്പിൾ. ദ്വാരസമുദ്ര ലേക്ക് എന്നാണ് ഈ ലേക്കിൻ്റെ പേര്. വലിയ ഒരു ലേക്കാണ്. ഇതിൻ്റെ തീരത്താണ് ഈ അമ്പലമുള്ളത്. ആക്ച്വലി ഇതൊരു മാൻ മെയ്ഡ് ലേക്കാണ്. നല്ല ചൂടായതുകൊണ്ടൊന്ന് തണുപ്പിക്കാൻ ഒരു കരിമ്പിൻ ജ്യൂസ് കുടിക്കുകയാണ്. ഇവിടെ എന്തോ ഉത്സവം എന്തോ നടക്കുന്നുണ്ട്. മുന്നിൽ അങ്ങനെ കാണുന്നതാണ് ഹൊയ്സലേശ്വര ടെമ്പിൾ. മുഴുവനായി കല്ലിൽ കൊത്തിയെടുത്ത ഒരു അടിപൊളി ടെമ്പിൾ. ഒരു കാലത്ത് ഹൊയ്സല സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള സ്ഥലമായിരുന്നു ഹാലേബീഡ്. ഇവിടെ ടെമ്പിളിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസ് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിന് ചുറ്റും വലിയൊരു ഉദ്യാനം തന്നെ പണി കഴിപ്പിച്ചിട്ടുണ്ട്. ഈ ഉദ്യാനത്തിൻ്റെ അപ്പുറം നമ്മൾ നേരത്തെ കണ്ട ലേക്കാണ്. ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് സോപ്പ് സ്റ്റോണുകളാണ്. അതുകൊണ്ടാണ് ഇത്രയും സൂക്ഷ്മമായ കൊത്തുപണികൾ സാധ്യമായത്. ദേവതകൾ, യുദ്ധരംഗങ്ങൾ, നൃത്തം, സംഗീതം, അങ്ങനെ ഓരോ ശില്പവും ഓരോ കഥ പറയുന്നു. ടെമ്പിളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് പിന്നെ നമ്മൾ നേരെ എത്തുന്നത് കല്ലിൽ അതിമനോഹരമായി കൊത്തിയെടുത്തിരിക്കുന്ന ഒരു പശുക്കിടാവിൻ്റെ അടുത്തേക്കാണ്. അമ്പലത്തിൻ്റെ എതിർവശത്തായി അമ്പലത്തിന് നോക്കിയിരിക്കുന്ന പോലെയാണ് ഇതിൻ്റെ പ്ലേസ്മെൻറ്റ്. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിലിംഗ് ആണ് കൊത്തുപണികൾക്ക്. അതിൻ്റെ കണ്ണും അതുപോലെ തന്നെ കഴുത്തിലുള്ള മാലകളും വളരെ പെർഫെക്റ്റ് ആയിട്ടാണ്. ഇത് 1000 വർഷം പഴക്കമുള്ള ഒരു അമ്പലമാണിതെന്ന് ഓർക്കണം.
ക്ഷേത്രത്തിൻ്റെ അടിഭാഗത്ത് നിരനിരയായി നിൽക്കുന്ന ആനകളാണ്. ഈ ആനകൾ ഈ ക്ഷേത്രത്തെ താങ്ങി നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നാം. ചരിത്രവും വാസ്തുവിദ്യ കലയും അതുപോലെ ആത്മീയതയും ഒന്നു ചേരുന്ന ഒരു മനോഹര സ്ഥലമാണ്. ഇവിടെ വരുമ്പോൾ നമ്മൾ ഗൈഡിനെ എടുക്കുകയാണെങ്കിൽ ഈ ഒരു അമ്പലത്തിൻ്റെ എല്ലാ ചരിത്രവശങ്ങളും നമുക്ക് അറിയാൻ പറ്റും. ഹായ് സ്വാമി. കാണാൻ നല്ല ഭംഗിയുള്ള ഉദ്യാനമാണ്. ഈ ഉദ്യാനത്തിന് ചുറ്റുവട്ടത്ത് നിറയെ മരങ്ങളുണ്ട്. ആ മരങ്ങളുടെ താഴെയെല്ലാം നമുക്ക് പോയിരിക്കാൻ പറ്റും. ഇവിടെ കുറച്ച് രാവിലെ എത്താൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഈ വെയിൽ ഒഴിവാക്കി ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു വൈബ് ആസ്വദിക്കാൻ പറ്റും. ബേലൂരിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് വേറെ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാം. ചെന്നകേശവ ടെമ്പിൾ, യാഗാച്ചി ഡാം, ഷെട്ടിഹള്ളി ചർച്ച്, അതുപോലെ തന്നെ ശ്രാവണ ബലഗോള, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാം. ഹാലബേഡ് കാണാൻ വന്നു കഴിഞ്ഞാൽ ഈ ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു കാലഘട്ടം വിസിറ്റ് ചെയ്യുന്ന പോലെ ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു ട്രിപ്പ് നല്ലൊരു ഓർമ്മയും മാറും. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.